നമസ്കാരം. അമേരിക്കയെ ആശ്രയിക്കാതെ ഭാരതത്തിന് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തെളിയിച്ച് കാണിച്ചവരാണ് നമ്മൾ. ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവ് ഏതാണ്ട് 20 മുതൽ 30-32% വരെ കുറഞ്ഞു എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഔദ്യോഗികമായിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വരും. മാർക്കറ്റിലെ ചില ചലനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ ബിസിനസ് സ്റ്റാൻഡേർഡ് ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. എന്നാൽ പോലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ ആളില്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. ഇന്ത്യയോട് വെറുതെ കളിച്ച് ബഹളം കൂട്ടി നടന്നിട്ട് കാര്യമില്ല. പണി കൊടുക്കണമെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പണി കൊടുക്കാം എന്ന് വീണ്ടും വീണ്ടും ഭാരതം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കൂടും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് സമ്പൂർണ്ണമായി നിരോധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന, ജനങ്ങൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരിക്കും. ഈ ഒരു വിഷയത്തിൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ചിലി, പെറു എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നു, കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. അതായത് അമേരിക്ക തീരുവയും അതും ഇതും പറഞ്ഞ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ അവിടെ ഇട്ട്, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നമ്മുടെ ആൾക്കാർക്ക് നഷ്ടം വരുത്തുന്ന രീതിയിൽ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് സഹകരിക്കും. നമുക്ക് എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമുക്ക് നമ്മളുടെ ആത്മനിർഭർ ഭാരതുണ്ട്, നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ നമുക്ക് നിരവധി പദ്ധതികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റ് ഉണ്ട്. അതിലൂടെയൊക്കെ നടക്കും. എങ്കിലും നമുക്ക് വിദേശ രാജ്യങ്ങളെ ചില സമയത്ത് ആശ്രയിക്കേണ്ടി വരും എന്നത് ഒരു സത്യമാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അതിശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും. അമേരിക്കയുടെ ട്രംപും വ്യാപാര കരാറിന്റെ പേരിൽ ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ അനുഭവം ആവർത്തിക്കരുത് എന്ന വാശിയോടെ ഇന്ത്യ മുന്നേറുകയാണ്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണി അല്ലെങ്കിൽ മറ്റൊന്ന് എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ഇതിന്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ പെറു, ചിലി എന്നീ രാജ്യങ്ങളുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമായി. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും 2 തരത്തിലുള്ള സഹകരണം. ചരക്ക്, സേവനം എന്നീ മേഖലകളിലുള്ള വ്യാപാര സാധ്യതകൾ, കസ്റ്റംസ് പ്രക്രിയകൾ, സുപ്രധാന ധാതുക്കൾ, തർക്കങ്ങൾ പരിഹരിക്കൽ എന്നിവയായിരുന്നു ചർച്ചാ വിഷയം. ഈ 2 രാജ്യങ്ങളുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഉണ്ടാക്കും എന്ന് തന്നെയാണ് വ്യാപാര ലോകം പ്രതീക്ഷിക്കുന്നത്. കയറ്റുമതിയുണ്ട്, ഇറക്കുമതിയുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച അമിതമായ വലിയ തീരുവ ഇന്ത്യയെ വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനും കേവലം അമേരിക്കയെ ആശ്രയിക്കാതെ ലോകത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ കൂടി കാരണമായി. നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന പല ഉൽപ്പന്നങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി കൊടുക്കാൻ, അതായത് ഈ വെളുക്കാൻ തയ്ച്ചത് പാണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ അമേരിക്ക വെളുക്കാൻ തയ്ച്ചതാണ്, പക്ഷെ പാണ്ടായിപ്പോയി. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്ര നിർമ്മാണ രംഗം, മരുന്നുൽപാദനം എന്നിവ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവ മുതൽ അല്പം നഷ്ടം സംഭവിച്ചിരുന്നു. എന്തായാലും പുതിയ ശ്രമത്തിന്റെ ഭാഗമായി ബ്രിട്ടനുമായി സ്വതന്ത്ര വ്യാപാര പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിരിക്കുന്നു. UAE-യുമായി നേരത്തെ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ട്. ന്യൂസിലൻഡുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായും വ്യാപാര ചർച്ചകൾ സജീവമായി തന്നെ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കൂടി കടന്നു വരുന്നത് എന്നത്. പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്കപ്പുറം ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മരുന്ന് നിർമ്മാണം, മൊബൈൽ ഫോൺ നിർമ്മാണം, പ്രതിരോധ രംഗത്തെ ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയിൽ ഏറെ മുന്നേറിയിട്ടുമുണ്ട്. പുനരുപയോഗ ഊർജ രംഗത്തും ശക്തമായ ചുവടുവയ്പ്പുകളാണ് ഈ ഒരു 3-4 മാസത്തിനിടയ്ക്ക് ഒരു 120-122 ദിവസം കൊണ്ട് ഇന്ത്യ നടത്തിയത് എന്നാണ് ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരാൾ ഒരു തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തരത്തിലും വ്യാപാരം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ ഇന്ത്യയെ പിരിമുറുക്കത്തിൽ നിർത്താം, അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്താം, ഇന്ത്യയെ ഭീഷണിപ്പെടുത്താം, വിരട്ടി നിർത്താം എന്നൊക്കെ ധരിച്ച ഡൊണാൾഡ് ജെ ട്രംപ് എന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് ഏറ്റ അന്തം വിട്ട അടിയാണിത്. ഇത് സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇപ്പം നമ്മൾ ഒരു കടയിൽ സാധനം കൊടുക്കുന്നു, ആ കടക്കാരൻ അതിന് അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ആ കടയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത കടയിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള കടയിൽ കൊടുക്കും. അവർക്ക് പ്രശ്നമൊന്നുമില്ല. സ്വതന്ത്രമായി വ്യാപാര കരാർ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇവന് കിട്ടാതായി കഴിയുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് തീരുവയൊന്നുമില്ല, ഒന്നും വേണ്ട, തന്നാ മതി, ഞങ്ങളിവിടെ വിറ്റോളാം, കാശും തന്നോളാം എന്ന് പറയുന്ന അവസ്ഥയെത്തും. മിക്കവാറും അമേരിക്ക ഒരു 1-2 വർഷത്തിനുള്ളിൽ ആ അവസ്ഥയിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അത്രയേറെ മാർക്കറ്റ് ഉണ്ട് അമേരിക്കൻ വിപണികളിലൊക്കെ തന്നെ. അപ്പം
ചിലിയുമായിട്ടും പെറുവുമായിട്ടും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രാജ്യങ്ങൾ ന്യൂസിലൻഡ്, അതുപോലെ തന്നെ നേരത്തെ UAE ആയിട്ട് നേരത്തെ തന്നെയുണ്ട്, മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട്, ബ്രിട്ടനുമായിട്ട് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പം വെറുതെ പേടിപ്പിക്കരുത്, വെറുതെ മുൾമുനയിൽ നിർത്താം എന്ന് ധരിക്കരുത് ട്രംപും കൂട്ടരും. ഇത് ഇന്ത്യയാണ്, നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വന്തം ഇന്ത്യയാണ്. തീർച്ചയായിട്ടും ഇതൊരു പാഠം കൂടിയാണ് അമേരിക്കയ്ക്ക്. ഇന്ത്യ നൽകിയത് ഒരു പാഠം കൂടിയാണ്.